ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ രാവിലെ ഒരു 4:30-5 മണീൻ്റെ ഉള്ളിൽ എഴുന്നേക്കും. സ്വഭ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെ നേരെ കിച്ചണിൽ വരും. അങ്ങനെ ഫസ്റ്റ് ചായ ഉണ്ടാക്കി അതിൻ്റെ ശേഷം നേരെ പോയിട്ട് മോൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തു. യൂണിഫോം കിട്ടിയിട്ടില്ല സ്കൂളിൽ. അപ്പം ഇവിടെ കറണ്ട് തീരെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം തന്നെ ഞാൻ അയൺ ചെയ്ത് വെച്ചു. ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് പരിപ്പൊക്കെ പുതിർത്തി വെച്ച്, പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലി ചുട്ടിട്ട് നാളെ ദോശ ചൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായി. അങ്ങനെ വേഗം സാമ്പാർ വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ അതൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ അവിടെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഞാൻ ഈ ദോശമാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള മാവ് എടുത്ത് വെച്ചിട്ട് ഇഡ്ഡലി ചൂടാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഞാൻ നമുക്കുള്ള ഇഡ്ഡലി വലിയ ഇഡ്ഡലിയും അതേപോലെ മക്കൾക്കുള്ള ഇഡ്ഡലി കുഞ്ഞ് ഇഡ്ഡലിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പം ഇത് കുഞ്ഞ് ഇഡ്ഡലിയാണ് മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നെനൂസിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിലാണ് ഇഡ്ഡലി ആക്കുന്നത്. അങ്ങനെ പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് മോൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി. മോനിക്ക് കാലിന് ഭയങ്കര വേദന, നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള ലഞ്ചിൻ്റെയും കൂടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇത് ചേനയാണ്. ഞാൻ സാമ്പാറിൽ ചേന ഇടലില്ല, ചേന ഞാൻ എടുത്ത് പൊരിക്കാനെടുക്കും. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി. നേരെ ഞാൻ മോനെ വിളിക്കാൻ വേണ്ടി പോയി. മോനാണെങ്കിൽ ഫുള്ള് മടിച്ച് കിടക്കുകയാണ്. രാത്രി നേരത്തെ ഒരു 9-9:30 ആകുമ്പോൾ ഞാൻ കിടത്തി ഉറക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവൻ പറയും ഞാൻ 2 പ്രാവശ്യം കൂടി ഒന്നുകൂടെ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ പിന്നെ അവനിക്ക് ബ്രഷ് ചെയ്യാനുള്ള ഇതൊക്കെ എടുത്തു കൊടുത്തു. അപ്പം ഒരാൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനിക്ക് ഞാൻ ബ്രഷിൽ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ബ്രഷ് എടുത്തെറിഞ്ഞ്. അങ്ങനെ പിന്നെ പേസ്റ്റും കൊണ്ട് വന്ന് പേസ്റ്റ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ പേസ്റ്റും കൊണ്ട് മൂപ്പറങ്ങ് പോയി. അങ്ങനെ പിന്നെ റഹാൻ എനിക്ക് ബ്ലാങ്കറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാൾ ഇപ്പോഴും പേസ്റ്റും ബ്രഷും പിടിച്ച് നടക്കുക തന്നെയാണ്. ഇന്ന് ആൾക്ക് അത്ര മൂഡ് ശരിയല്ല. അങ്ങനെ പിന്നെ മൂപ്പർ പാട്ടൊക്കെ ഇട്ട് സോഫമ്മേൽ ഇങ്ങനെ ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും മോനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അവന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ കോൺഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയുള്ളൂ, കാരണം അവനിക്ക് അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എനിക്ക് കൊടുക്കുമ്പം ഒരാളും കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ ആൾക്കും കൂടി കുറച്ച് ഇട്ട് കൊടുത്തു. അവന് ജസ്റ്റ് കുറച്ച് കഴിച്ചിട്ട് അവിടെ അങ്ങ് കളയും. അങ്ങനെ പിന്നെ മോൻ്റെ കിറ്റൊക്കെ റെഡിയാക്കി. ഞാൻ ആദ്യം ബാഗിലായിരുന്നു ലഞ്ച് ബോക്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അപ്പം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ടീച്ചർ പറഞ്ഞു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവന് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പായി. മെല്ലെ ഇന്ന് നെനൂസ് നേരത്തെ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ റഹ്മാനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഉണ്ട് ഒരാളെ കാണുന്നില്ല, നോക്കിയപ്പോൾ ഉണ്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്, കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ പകുതി ക്ഷീണമാവും. എനിക്ക് അത്രക്കും ഇതാണ് അവൻ ബാത്റൂമിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവനിക്കൊന്ന് ജസ്റ്റ് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് എനിക്ക് കുറച്ച് പാലും കൊടുത്ത്. പിന്നെ ഇന്ന് രാവിലെ അവനങ്ങനെ ഒന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മുട്ട കൊടുത്തിട്ടൊന്നും അവൻ കഴിച്ചില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, അവന് ഭയങ്കര ക്ഷീണം. അങ്ങനെ പിന്നെ മോനെ സ്കൂളിലാക്കിയിട്ട് വന്ന് അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇഡ്ഡലി കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കുറ്റം പറയുന്നുണ്ട് കേട്ടോ എന്നെ. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. നെനൂസിനെ കുറേ വിളിച്ചു, പക്ഷേ നെനൂസിന് എന്താണെന്നറിയില്ല, ഒരു രസമില്ല. ഇത് ഞാൻ കോഴിക്കോട് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കയറുന്ന സെൻട്രൽ ഹാളിൽ തന്നെ ഒരു ഷോക്കേസ് ഉണ്ട്. ഇവിടെ ഞാനാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്സസറീസും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾ ഇങ്ങനെ ബ്രിക്സും അതേപോലെ ടോയ്സൊക്കെ എടുത്ത് ഇങ്ങനെ മൊഞ്ചാക്കിയിട്ടൊക്കെ വെക്കും. അങ്ങനെ അതൊക്കെ ഉണ്ട്. അതേപോലെ കുറച്ച് ഫോട്ടോ ആൽബംസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സൗകര്യം പോലെ കാണിച്ചു തരാം. അതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ എൻ്റെ ഓക്സിജൻ ബാഗ് ഉണ്ട്. പിന്നെ ഇതാണ് സെൻട്രൽ ഹാളിലെ സോഫ. ഇത് സോഫ കം ബെഡാണ് കേട്ടോ. സോഫയായിട്ട് യൂസ് ചെയ്യാം, ബെഡായിട്ടും യൂസ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ചെറിയ കോഫി ടേബിൾ ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ ഇതാണ് വോളിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിം. ഇക്കാൻ്റെ വാപ്പയും ഉമ്മയാണത്. പിന്നെ റഹ്മോന്, എൻ്റെ ഉപ്പ, ഉമ്മ. പിന്നെ ഇതാണ് എൻ്റെ ആങ്ങള, അനിയത്തി, എൻ്റെ ഇത്താത്ത. കുറേ ആയില്ലേ എല്ലാവരും ചോദിക്കുന്നു ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബ്രദർ. പിന്നെ എൻ്റെ മക്കൾ, ഞാൻ, ഹസ്ബൻഡ്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് ഹാളിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ. ഈ ഒരു ഡൈനിങ് ടേബിൾ ഞാൻ സെയിൽ ചെയ്തു കേട്ടോ, OLX-ലിട്ടിട്ട്. അപ്പം കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ആൾ. അങ്ങനെ പിന്നെ
ഇതാണ് റൂംസ്, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂമാണ്. ഈ വീട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വെല്ലൂരിലുള്ള ആ ഒരു വീട് പോലെയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ റൂം. ഈ റൂമിലുള്ള ഫുള്ള് സാധനങ്ങളും മീഷോവോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും. നിങ്ങളൊക്കെ കുറേ കണ്ടതായിരിക്കും. ഈ റൂമിൽ മാത്രമല്ല, വീട്ടിൽ മൊത്തത്തിൽ ഈ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് അതിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്. പിന്നെ ഇത് ഹാങ്കറാണ്, നമുക്ക് ഡ്രില്ലൊന്നും ചെയ്യാണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതെൻ്റെ ഉമ്മ എനിക്ക് 2 കൊല്ലം മുമ്പുള്ള ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ റൂം. ഈ റൂമിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നന്നൂസ് ഇപ്പോഴും കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇവിടെ അയണിങ് ടേബിളും പിന്നെ അലമാരയും ചെറിയൊരു കട്ടിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളുടെ കിച്ചണിലേക്ക് പോകാം. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കിച്ചണ്. അപ്പം ഇതാണ് കിച്ചണിലേക്ക് കയറുന്ന സ്ഥലം. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ എൻ്റെ മെഡിസിൻ ബോക്സൊക്കെ ഉണ്ട്. ഈ ഫ്രിഡ്ജ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇതാണ് കിച്ചണ്. അപ്പോൾ കിച്ചണിൽ അങ്ങനെ എന്താ പറയുക, പറയത്തക്ക വലിയ ഒന്നുമില്ല. അത്യാവശ്യം ഞാനിങ്ങനെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡക്ഷൻ ഉണ്ട്, പിന്നെ മിക്സിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ചെറിയൊരു കബേർഡ് ഉണ്ട്. ഇതാണ് ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്ന എൻ്റെ സ്റ്റൂള്. പിന്നെ ഈ ഒരു ഷോക്കേസിൽ അത്യാവശ്യം കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഡ്രില്ലും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അയച്ച് കൊണ്ടുപോകാനും പറ്റും. ഭയങ്കര ഈസിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക മോനെ സ്കൂളിലാക്കിയിട്ട് വരുന്നതൊക്കെ എനിക്ക് താഴെയുള്ള ചേച്ചി ഒരു ഓക്സിജൻ പ്ലാന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് ഞാൻ ചപ്പാത്തി വെക്ക് പരത്തുന്ന എൻ്റെ പലകയാണ്. ഇത് ഞാൻ മീഷോന്ന് 178 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു സ്പ്രേ ഞാൻ മേക്ക് ചെയ്തതാണ് കേട്ടോ. ഈ ഉറുമ്പും ഭാഗത്തൊക്കെ പോകുന്ന കണ്ടിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, സ്പ്രേ അടിക്കുമ്പോൾ ഒക്കെ അവിടെ ഉറുമ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ വാഷിംഗ് മെഷീനും വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കി നമുക്ക് ഫ്രണ്ടിലുള്ളതെല്ലാം കാണാൻ പറ്റും. അപ്പം ഈ വാഷിംഗ് മെഷീനും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ നെന്നൂസും എല്ലാം ഇങ്ങനെ തപ്പി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നെന്നൂസിൽ ഞാൻ കിടത്തി ഉറക്കി. അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം ഇത് ഒരു ഗ്രൈൻഡർ ജാറാണ്. അപ്പം ഇത് കൊണ്ടാട്ടമുളകാണ്. ഉച്ചയ്ക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൈഡ് ഡിഷ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാണ്. അപ്പം ഞാനിത് ബോക്സിലിട്ട് വെച്ചു, ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒക്കെ ഓംലേറ്റ് വേണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി. അപ്പം ഓംലേറ്റ് ഫസ്റ്റ് ഒഴിച്ച സമയത്ത് ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ പിന്നെ ഗ്യാസൊക്കെ കത്തിച്ച് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ചോറിൻ്റെ ഡിഷസ്. അങ്ങനെ പിന്നെ ഈവനിങ്ങൊക്കെ എനിക്ക് താഴെയുള്ള ആൻറ്റി ആണെങ്കിൽ വട തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് സ്നാക്സായിട്ട് ഒരു വട കിട്ടി. നല്ല മുരിഞ്ഞ വടയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിത്തെ സമയമായി. രാത്രി ചപ്പാത്തിയാണ്, കുറേ ആയി ചപ്പാത്തി ഉണ്ടാക്കാത്ത. അങ്ങനെ പിന്നെ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പലകയും ആ ഒരു കോയിലൊക്കെ മീഷോന്ന് ഇത്ര അഫോർഡബിൾ റേറ്റിൽ കിട്ടിയതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചപ്പാത്തി ചുടാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ ഇത് നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പാത്രമാണ്. മീൻസ് ഇത് യൂസ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അതുമാത്രമല്ല ഇത് ഗ്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൂട് തട്ടിക്കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ചൊന്നും ആവില്ല. എന്നാലും അധികം ചൂട് തട്ടിപ്പിക്കാൻ നിൽക്കണ്ട, മേ ബി പൊട്ടിയാലോ. അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും അതേപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കറി വെച്ചു. അങ്ങനെ പിന്നെ മക്കൾക്ക് നൈറ്റ് 2 കൂടി ഇരുന്ന് വാരി കൊടുത്തു. അവർ നേരെ ഉറക്കാൻ കൊണ്ടുപോയി.